ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما مزيدا. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സൂക്ഷിച്ച് ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹപൂർണമായ മുത്തഖീങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അവന്റെ ഉപജീവനം നടന്നു പോകുക എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുക എന്നത്. നോക്കൂ, അത് യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഒരു മടിയും സംശയവുമില്ലാതെ മറുപടി പറയാൻ നമുക്ക് കഴിയും, അത് അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹുവിന്റെ മേലുള്ള ഉത്തരവാദിത്തമാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള റിസ്ഖ് നൽകുക എന്നുള്ളത്. അതെവിടെയാണ് ശേഖരിച്ചു വെച്ചത്, എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ആകാശത്ത് നിങ്ങൾക്കുള്ള റിസ്ഖുണ്ട്, ഉപജീവനമുണ്ട്. അള്ളാഹു നിങ്ങൾ കരാർ ചെയ്യപ്പെട്ടതും ആകാശത്തുണ്ട്. ശിക്ഷയും അറിഞ്ഞ ആകാശത്തുനിന്നാണ്, നിങ്ങൾക്കുള്ള റിസ്ഖും ആകാശത്തുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് കടന്നു വരുന്നതിൽ, നമ്മുടെ ഉപജീവനം കടന്നു വരുന്നതിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പങ്കില്ല. അത് റബ്ബിന്റെ കയ്യിലാണ്. റബ്ബാണ് നമുക്ക് നൽകുന്നത്. സൂറത്ത് റൂമിലെ 40-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങൾക്ക് ഉപജീവനം നൽകിയത്, നിങ്ങൾക്ക് റിസ്ഖ് നൽകിയത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, സമ്പത്ത് നൽകിയത്, അത് അല്ലാഹുവാണ്. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. പിന്നെ അവൻ നിങ്ങളെ വീണ്ടും മരിപ്പിക്കുന്നു, പിന്നെ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇ. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതിൽ പങ്കാളികളായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആ ചോദ്യം ഒരു ഇൻകാരിയാണ്, ഇസ്തിഫാം ഇൻകാരി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ല. അങ്ങനെ നീ ഈ കാര്യങ്ങളിൽ പങ്കുവഹിക്കുന്ന മറ്റാരുമില്ല. നിങ്ങൾ എന്തനുഭവിക്കുന്നുണ്ടോ അള്ളാഹ് കനിഞ്ഞു തന്നതാണ്. നിങ്ങൾ എന്ത് ആസ്വദിക്കുന്നുണ്ടോ അള്ളാഹു കനിഞ്ഞു തന്നതാണ്. നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. നോക്കി, നമുക്ക് നമ്മുടെ കൈകളിൽ, അള്ളാഹുവിന്റെ കൈകളിലുള്ളത് ഇനി നമുക്ക് അവൻ തന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നാ തീർന്നു പോകുമോ? അത് തന്നാൽ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. അള്ളാഹിന്റെ അടുക്കലുള്ളത് തീരാത്തതാണ്. അത്രയധികം അള്ളാഹുവിന്റെ ഖജനാവിലുണ്ട്. സൂറത്തു നഹ്ലിലെ ഒരായത്ത്, മാ ഇൻദകും മിൻ ഫദ് വമാ ഇൻദല്ലാഹി ബാഖ്
നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം നശിച്ചു പോകും, തീർന്നു പോകും. അള്ളാഹുവിന്റെ അടുക്കലുള്ളതോ എന്നൊന്നും നിലനിൽക്കുന്നതാണ്. നോക്കും, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞു, യാ ഇബാദി, ഈ മനുഷ്യരെ, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും, നിങ്ങളിൽ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം, വആഖിറക്കും, നിങ്ങളിലെ ഏറ്റവും അവസാനം ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ജനിക്കുന്ന മനുഷ്യനും, വഇൻസക്കും വജിന്നക്കും, മനുഷ്യര് മാത്രമല്ല മനുഷ്യരും ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, എല്ലാവരും ഒരു ഭൂമിയിൽ ഒരുമിച്ച് നിരന്നു നിന്നു. ആദം നബി മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും, കൂടാതെ മനുഷ്യരെക്കാൾ കൂടുതലുണ്ട് ജിന്നുകൾ എന്ന് പറയുന്നത്, അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച്. ഫസഅലൂനി, എന്നിട്ട് അവരെന്നോട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു. പടച്ചോനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുന്നു പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടാവും? എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതെല്ലാം ചോദിച്ചു. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, എല്ലാ ഓരോരുത്തർക്കും അവർ ചോദിച്ചത് ഞാൻ കൊടുത്തു. എന്നാൽ മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, അവർ ചോദിച്ചത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലും എന്റെ കയ്യിലുള്ളതിൽ നിന്ന് കുറയുന്നത് എത്രയെന്നറിയോ? സമുദ്രത്തിലേക്ക് ഒരു സൂചിത്തുമ്പ് വെച്ച് എടുത്താൽ ആ സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളം കുറയുന്നുണ്ടോ, സമുദ്രവും ആ വെള്ളവും തമ്മിലുള്ള അളവാണ്. എന്റെ കൈകളിലുള്ള സമ്പാദ്യവും അവർ ചോദിച്ചത് മുഴുവൻ കൊടുക്കുന്നതും തമ്മിലുള്ള അളവിന്റെ വ്യത്യാസം. സമുദ്രത്തിലെ മുഴുവൻ വെള്ളം എന്റെ കയ്യിലുള്ളതാണെങ്കിൽ ആ ലോകത്തെ മുഴുവൻ ജിന്നു മനുഷ്യരും ഒരുമിച്ച് നിന്ന് ചോദിച്ചത് കൊടുത്താൽ, ചോദിച്ചത് മുഴുവൻ കൊടുത്താലും അതിന്റെ അളവ് സമുദ്രത്തിൽ നിന്നൊരു സൂചിത്തുമ്പത്തെടുക്കാവുന്ന വെള്ളത്തിന്റെ അളവ് മാത്രമാണ്. അത്രയധികം അള്ളാഹുവിന്റെ കൈകളിലുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് കൊടുത്തു, ഉദ്ദേശിച്ചവർക്ക് അത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. രണ്ടു തരത്തിൽ നൽകും. ഒന്ന്, അള്ളാഹു പറഞ്ഞ ചില വഴികളുണ്ട്, ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കൊടുക്കും. രണ്ട്, അള്ളാഹു ചില വഴികളിൽ പറഞ്ഞ ചില മാർഗങ്ങളുണ്ട്, ആ മാർഗം തെറ്റിപ്പോകുന്നവർക്കും കൊടുക്കും. ഒന്നാമത്തത്, ഒരുപക്ഷേ നന്ദി കാണിക്കുന്നവൻ ഇനിയും എത്ര കണ്ട് നന്ദി കാണിക്കുമെന്ന് എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷണമാണെങ്കിൽ, രണ്ടാമത്തവൻ എത്ര കാലം അവൻ തന്റെ തെറ്റിൽ വ്യാപരിക്കുമെന്ന ഒരു ഇസ്തിദ്റാജാണ്. എത്ര കണ്ടു പോകും, അത് നോക്കാൻ വേണ്ടിയാണ്. കുറ്റവാളിക്ക്, കൊലപാതകികൾക്ക് ഇവിടെ ഉപജീവനം സുഖമാകുന്നുണ്ടല്ലോ, തെറ്റു ചെയ്യുന്നവർക്ക് ജീവിതം വിശാലമാകുന്നുണ്ടല്ലോ, അല്ലേ? ശിർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും അവരുടെ ഐഹിക ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? വഉംലി ലഹും ഇന്ന കൈദി മതീൻ, എന്റെ തന്ത്രം വളരെ ശക്തമാണ്. അവരെ വിട്ടേക്കുക, അവരറിയാതെ അവർ എത്ര മുന്നോട്ട് പോകുമെന്ന് നോക്കാനാണ് നാം അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. പല പല തെറ്റുകളെ കുറിച്ച് പറയുന്നത് അല്ലാഹു പറയാം. ഇനി സഹോദരങ്ങളെ, നേരായ വഴിയിലൂടെ നമ്മുടെ ഉപജീവനം വികസിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ, നമ്മുടെ കടബാധ്യതകൾ ഇല്ലാതെയാകാൻ, നമ്മുടെ സമ്പത്ത്, ഭക്ഷണം അത് തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കാൻ കഴിയാവുന്ന മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മഫാത്തിഹുർ റിസ്ഖ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉപജീവനത്തിന്റെ താക്കോലുകൾ, നമ്മുടെ സമ്പത്തിന്റെ താക്കോലുകൾ, ആ താക്കോല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വിശാലമായ റിസ്ഖിന്റെ ഖജനാവ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് തുറന്നു തരും. എന്തൊക്കെയാണ് ആ താക്കോലുകൾ? നമ്മുടെ ഉപജീവനം വികസിക്കാൻ, നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ, നമ്മുടെ സാമ്പത്തിക പരാധീനങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന താക്കോലുകൾ എന്താണ്? പ്രവാചകന്റെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ കാണാം. ഒന്ന് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ദിവസം ഒരു അറബ് ലോകത്തുള്ള അത്യാവശ്യം ഇൽമുള്ള ഒരു ശൈഖിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഞാൻ 2-3 ആളുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു നസീഹത്ത് തരികയാണ്. എന്താ നസീഹത്ത് എന്നറിയോ? എന്ന ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ ശീലമാക്കേണ്ട കാര്യം, സുബഹിന് മുമ്പുള്ള സമയം, പ്രഭാതത്തിന്റെ രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റുകൊണ്ട് സുബഹിന്റെ അവസാനം തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് വിശ്വാസികളുടെ ശീലം ഖുർആൻ പരിചയപ്പെടുത്തുക. നിങ്ങൾ സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുക.
ഒന്നും നിങ്ങൾ ചെയ്യണ്ട. സുബഹിന്റെ മുമ്പിൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയം മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും പ്രവാചകൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. പ്രവാചകൻ ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. പ്രവാചകൻ തൗബ ചെയ്തിരുന്നു അത്രയധികം തവണ എന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെ ചെയ്താലോ സൂറത്തു നൂഹിലൂന നൂഹ് നബിയുടെ വാചകങ്ങൾ അല്ലാഹു ഉദ്ധരിച്ചു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അല്ലാഹു ആകാശത്ത് നിന്ന് വെള്ളം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. അല്ലേ? അന്നത്തെ മനുഷ്യന്റെ കച്ചവട വരുമാനത്തിന്റെ പ്രധാന മാർഗം എന്താ? കൃഷിയാണ്. കർഷകനാണ് സമ്പന്നൻ. ആണ് ഖുർആൻ മഴ വർഷിപ്പിച്ചിരുന്ന നിങ്ങളുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു തരും. തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, ആ തോട്ടങ്ങളിലൂടെ അരുവികൾ ഒഴുക്കിത്തരും. ഏറ്റവും വലിയ സമ്പന്നനവനാ, വലിയ തോട്ടമുണ്ട്, തോട്ടങ്ങൾ അരികിലൂടെ അരുവി ഒഴുകുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ആ നാട്ടിൽ ഏറ്റവും വലിയ സമ്പന്നനാണ്. എന്താ വേണ്ടത്? ഹൂദ് നബി അലൈഹി സൂറത്തു ഹൂദ് നബിയുടെ വാചകങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നിടത്തും വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് ശക്തിക്കുമേൽ ശക്തി വർദ്ധിപ്പിച്ചു തരും. വിശ്വാസ സമൂഹത്തിന്റെ കരുത്ത് വർദ്ധിക്കും, മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി വർദ്ധിക്കും, വിശ്വാസിയുടെ ശക്തി വർദ്ധിക്കും, അവന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. എന്നാ വേണ്ടേ? അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ശീലമാണോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കാറുണ്ടോ? ഇന്നു മുതൽ നമുക്ക് ശീലിച്ച് എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്. രണ്ടാമത് സമ്പത്തിന്റെ താക്കോലുകളായി പറഞ്ഞ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ്, ചോദിക്കറപ്പിനോട്. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുക. ഖുർആൻ പഠിപ്പിച്ചു തന്ന വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ അടുത്തുണ്ട്. അല്ലാഹു അവിടെയുണ്ട് അല്ല, അല്ലാഹു ഉപരിലോകത്താണ്. റഹ്മതൻ വ ഇൽമൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അല്ലാഹുവിന്റെ അറിവ് കൊണ്ടും നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ അടുത്താണ് അല്ലാഹു ഉള്ളത്. നമ്മുടെ ജീവനാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ അത്? അല്ലെ? ജീവനാടി പോയ മനുഷ്യൻ അതിനേക്കാൾ അടുത്താണെന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മുടെ എത്ര സമീപത്തുണ്ട്. നീ അതിന്റെ ഇടയിൽ ബദരീങ്ങളെയും അമ്പറന്നങ്ങളെയും മുഹീദ്ദീൻ ഷൈനിയും കൊണ്ടെന്ന് വെച്ചാലോ ആപ്പ് വെച്ച അകലില്ലേ ചെയ്യാ? അടുക്കാണോ ചെയ്യാ? ഇടയാളന്മാര് വേണ്ടെന്ന ഖുർആൻ പറയണേ. ഞാൻ പാപിയാണ്, ദോഷിയാണ്, കുറ്റം ചെയ്തവനാണ്, എനിക്ക് നേരിട്ട് പറഞ്ഞ എങ്ങനെ അല്ല. ഖുർആൻ പറയാ, നിങ്ങൾ എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, എന്നോട് ചോദിക്കൂ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യാം. ഫല്യസ്തജീബൂലി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം ചെയ്യും. നമ്മുടെ പ്രശ്നമുണ്ടോ തീർത്തു തരാൻ അല്ലാഹുവിനോട് പറയണം. സാമ്പത്തിക പരിമിതികളുണ്ടോ കുറച്ചു തരാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടണം. നിങ്ങൾ നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒരു പ്രയാസത്തെ കുറിച്ച് പരാതി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. എന്താ പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ലൗ കാന അലൈക മിസ്ലു ജബദി സീരിൻ ദൈന, ഒരു മലയോളം കടം നിനക്കുണ്ടെങ്കിലും, ഒരു മലയോളം കടം നിനക്കുണ്ടെങ്കിലും അല്ലാഹു അല്ലാഹു അൻക, അല്ലാഹു തീർത്തു തരും. സഹോദരങ്ങളെ, എന്തൊരു വലിയ ഓഫറാണ്. ഒരു മലയോളം കടം നിനക്കുണ്ടെങ്കിലും അല്ലാഹു നിനക്കത് തീർത്തരും. അല്ലാഹു മഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഇന്നി ബിഫദ്ലിക അമ്മൻ സിവാക. ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹു മഗ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക.
നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, വേറെ ഹദീസ് കാണാം, അലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതുഹു അദ്ഹബല്ലാഹു തആല ഹമ്മക. ഞാനിതാ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാണ്. നബി പറയാണ്, ഇദാ ഖുൽതുഹു, അത് നീ പ്രാർത്ഥിച്ചാൽ അദ്ഹബല്ലാഹു തആല ഹമ്മക, അല്ലാഹു നിന്റെ വിഷമങ്ങൾ ഇല്ലാതാക്കി തരും. വഖദാ അൻക ദൈനക, അല്ലാഹു നിന്റെ കടങ്ങൾ വീട്ടി തരും. ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നീ ഇത് പ്രാർത്ഥിക്കണം. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞാനിതാ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ എല്ലാ കഴിവുകേടുകളിൽ നിന്നും അലസതയിൽ നിന്നും മടിയിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ, അല്ലാഹുവേ ഭീരുത്വത്തിൽ നിന്ന് പിശുക്കിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ, എന്റെ കടം കയറുന്നതിൽ നിന്ന്, എന്റെ മേൽ ആളുകൾ അതിക്രമിച്ചു കയറുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് ആധിപത്യം ഉണ്ടാകുന്നതിൽ നിന്ന് നിന്നോട് ഞാനിതാ രക്ഷ തേടുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച എന്താ ഫലം? ദുഃഖങ്ങൾ മാറും, വിഷമങ്ങൾ മാറും, വ്യഥകൾ തീരും. പിന്നെ നമ്മുടെ കടങ്ങൾ അല്ലാഹു തീർത്തു തരും. ആണോ? അപ്പൊ അത് മറ്റൊരു താക്കോലാണ്. ഇസ്തിഗ്ഫാർ ഒരു താക്കോലാണ്, സമ്പത്തിന്റെ താക്കോലാണ്. പിന്നെ പ്രാർത്ഥന സമ്പത്തിന്റെ താക്കോലാണ്. മൂന്നാമത്തെ തഖ്വയാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. ആളുകളെ സമ്പത്തുണ്ടാകാൻ വേണ്ടി ഹറാമായ മാർഗങ്ങളിലേക്ക് പോകാം, വഴിതെറ്റിയ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. പലിശയാണോ പലിശ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, അല്ലേ? എന്നിട്ടോ നിങ്ങൾ പറഞ്ഞമാതിരി ജീവിച്ചാലൊന്നും ഈ ദുനിയാവിലൊന്നും ഉണ്ടാവൂല, ഈ ദുനിയാവിലൊന്നും കിട്ടാൻ പോണില്ല. എന്താ നിങ്ങളൊക്കെ പറഞ്ഞമാതിരി ജീവിച്ച അതാണോ ശരി? മനുഷ്യന്റെ കഴിവാണോ സമ്പത്തുണ്ടാകുന്നതിന്റെ മാനദണ്ഡം? മനുഷ്യന്റെ ബുദ്ധിയാണോ സമ്പത്തുണ്ടാകുന്നതിന്റെ മാനദണ്ഡം? അല്ലല്ലോ, അല്ലേ? ആണോ? വലിയ വിദ്യാസമ്പന്നന്മാർ ദരിദ്രന്മാരായി ജീവിക്കുന്നു. മാതൃഭാഷയിൽ പേര് പോലും എഴുതാൻ അറിയാത്തവർക്ക് വലിയ സമ്പാദ്യം ഉണ്ടാകുന്നു. റബ്ബിന്റെ കയ്യിലാണ്. ബിയദിക്കൽ ഖൈർ, അല്ലാഹുവേ നിന്റെ കയ്യിലാണെല്ലാം. നിങ്ങൾ നോക്കി, നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളുകൾ ഒന്നുമില്ലാത്തവരാകുന്നു. ഒരുപക്ഷേ അനന്തരാവകാശത്തിലൂടെ മറ്റേത് വഴിയിലൂടെയാണെങ്കിലും ബുദ്ധിമാന്ദ്യത്തോടുകൂടി ജനിച്ച എത്രയോ സമ്പന്നന്മാരെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് കിട്ടണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതെന്താ? ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, 5 നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ ഓർത്ത് ഖുർആനോദി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് പാപങ്ങളിൽ നിന്ന് മാറി നിന്ന് ദീനിനെ സേവിച്ച് പള്ളിയോട് ബന്ധം പുലർത്തി ആരാണോ ജീവിക്കുന്നത്, അവൻ അല്ലാഹു അവൻക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കും, ഒരു തുറവി കൊടുക്കും. അവൻ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു അവന് ഉപജീവനം നൽകും. തഖ്വ സമ്പത്തിന്റെ താക്കോലാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഒരു ഗ്രാമവാസികൾ, ഒരു നാട്ടുകാർ അവർ വിശ്വസിച്ചു, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു എന്നാൽ ലഫതഹ്നാ അലൈഹിം, വല്ലാത്തൊരു വാചകമാണ് സുഹൃത്തുക്കളെ, അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്നാണ്. എന്താ തുറന്നു കൊടുക്കുക? ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിന്റെ ബറക്കത്തുകൾ, ഭൂമിയുടെ ബറക്കത്തുകൾ മുഴുവൻ അല്ലാഹു തുറന്നു കൊടുക്കുന്നു. അതുകൊണ്ട് തഖ്വ മറ്റൊരു ഉപജീവനത്തിന്റെ മറ്റൊരു താക്കോലാണ്. വേറൊന്ന് തവക്കുലാണ്. നമ്മൾ പേടിക്കണ്ട, നമ്മൾ ഭയപ്പെടണ്ട, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം, ബാക്കി അല്ലാഹുവിനെ ഏൽപ്പിക്കാം. അത് നമുക്ക് പൂർത്തിയാക്കി തരും, അല്ലെ? നമ്മളെ ഒരാൾ ഒരു കാര്യം ഇങ്ങനെ ഏൽപ്പിച്ചാൽ കുറച്ചേ നമുക്ക് മടുക്കും. ഇവനെന്താ എല്ലാ കാര്യവും എന്നോട് പറയുന്നത്, അല്ലേ? മടുക്കേണ്ടതില്ല. പക്ഷെ അല്ലാഹ് അങ്ങനെയാണോ? അല്ല. അല്ലാഹുവിനെ എത്ര ഏൽപ്പിച്ചാലും അല്ലാഹുവിന് അത് കൂടുതൽ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിനെ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അവന് അല്ലാഹു മതി. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല, അല്ലാഹുവിനെ നിങ്ങൾ ഏൽപ്പിക്കും, അല്ലാഹ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. കേട്ടോ, ഹദീസ് പ്രസിദ്ധമാണ്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, ഏറ്റവും ശരിയായ രൂപത്തിൽ ഒരാൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് പറവകൾക്ക് തീറ്റ കൊടുക്കുന്നത് പോലെ അല്ലാഹു അവന് ഉപജീവനം നൽകുന്നു. പക്ഷികൾ എവിടെ കൃഷി ചെയ്തത്? പറവകൾക്ക് ഏത് ബാങ്കിലാ നിക്ഷേപമുള്ളത്?
അല്ലേ? അവരുണ്ടാക്കിയ ധാന്യത്തിന്റെ വയലേതാ, പഴങ്ങളുടെ തോട്ടമേതാ, ഒന്നുമില്ല. പക്ഷെ ഏതു പകലിന്റെ ഏതു രാവിലാണ് അവ കൂടണയുമ്പോൾ വിശപ്പോടുകൂടി ഒന്നും കിട്ടാതെ കൂടണഞ്ഞിട്ടത്? അങ്ങനെയില്ല. അതിരാവിലെ ഒട്ടിയ വയറുമായി പുറത്തിറങ്ങുന്ന ഓരോ പക്ഷിയും നിറഞ്ഞ വയറിന്റെ സംതൃപ്തിയുമായിട്ടാണ് കൂടണയുന്നത്. അതുപോലെ മനുഷ്യൻ അല്ലാഹു ഉപജീവനം നൽകും. എന്തു മതി? അല്ലാഹുവിനെ ഏൽപ്പിക്കുക, അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുക. മറ്റൊന്ന് പ്രവാചകൻ സമ്പത്തിന്റെ താക്കോലായി, ഉപജീവനത്തിന്റെ ചാവിയായി പഠിപ്പിച്ചെന്നറിയാമോ? ഹജ്ജും ഉംറയുമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഹദീസിൽ ഇങ്ങനെ കാണാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജും ഉംറയും നിങ്ങൾ തുടരെ തുടരെ നിർവഹിക്കുക. ഫഇന്നമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്. അത് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും, അത് പാപങ്ങളെ ഇല്ലായ്മ ചെയ്യും. കമായം ഫിൽ ഖീറു ഖബസൽ ഹദീദ് വദ്ദഹബി വൽ ഫിദ്ദ. ഒരു തീയിലിട്ട് ഉരുക്കിയെടുക്കുമ്പോ, ചൂടാക്കിയെടുക്കുമ്പോ ഇരുമ്പ് കമ്പിയിലെ ഇരുമ്പ് പോകുന്നത് പോലെ, തുരുമ്പ് പോകുന്നത് പോലെ, ഒരു ഇരുമ്പ് കമ്പിയിലെ തുരുമ്പ് പോകുന്നത് പോലെ സ്വർണവും വെള്ളിയും ഊതിക്കാച്ചി എടുക്കുമ്പോ അതെങ്ങനെ ശുദ്ധമാകുന്നുവോ അതുപോലെ നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു ഇല്ലായ്മ ചെയ്യും, നിങ്ങളുടെ ദാരിദ്ര്യത്തെ അല്ലാഹു ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഹജ്ജിനെയും ഉംറയെയും സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത്. മറ്റൊന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു സദഖ കൊടുത്താൽ, പാവങ്ങളെ സഹായിക്കാനാകാം, പള്ളിക്ക് വേണ്ടിയാകാം, മദ്രസക്ക് വേണ്ടിയാകാം, ദീനിന് വേണ്ടിയാകാം, തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടിയാകാം, ഇസ്ലാമിന്റെ മഹാസിനുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാകാം, ഖുർആനിന് വേണ്ടിയാകാം, പ്രവാചകന്റെ സുന്നത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാകാം, എന്ത് ചെലവഴിച്ചാലും യുഖ്ലിഫുഹു, അല്ലാഹു അതിന് പകരം നൽകും. ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങുമ്പോ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കാറിയോ? അല്ലാഹുവേ, ദാനം ചെയ്യുന്നവർക്ക്, സ്വതഖ ചെയ്യുന്നവർക്ക്, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അതിന് പകരമായി നൽകിക്കൊണ്ടിരിക്കണേ എന്ന് പറയുന്നതാണ്. എന്നാൽ പിടിച്ചു വെക്കുന്നവനോ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനോ അവന് അവന്റെ സമ്പത്ത് നശിപ്പിക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സദഖ കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെയും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല. സദഖ കൊടുത്തിട്ട് ഒരാളും ദരിദ്രനായിട്ടില്ല, ആവുകയില്ല എന്നാണ് ഹദീസ്. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമെന്നും അവർക്ക് വേണ്ടി അല്ലാഹുവേ അതിന് പകരം നൽകണമെന്ന് ഓരോ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. വേറൊന്നെന്തറിയോ? കുടുംബ ബന്ധം ചേർക്കലാണ്. കുറെ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ഓർത്തു വെക്കണം. കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കുന്നവന്റെ റിസ്ഖ് വിശാലമാകുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി. ആരെങ്കിലും തന്റെ ഉപജീവനം വികസിക്കാൻ, വയുൻസഅ ലഹു ഫീ അസ്രിഹി ഫല്യസിൽ റഹ്മഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. റിസ്ഖ് വികസിക്കാൻ, ഉപജീവനം വളരാൻ, വലുതാകാൻ, വിശാലതയുണ്ടാകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. തെറ്റി കുറെ കാലമായിട്ട് ഉണ്ടാതൊക്കെയാണ്. എന്താ കാരണം കൂടി അറിയില്ല. അത് വാപ്പയും വാപ്പാന്റെ വാപ്പൊക്കെ ആയിട്ടുള്ള തെറ്റാണ്, അല്ലെ? ഒന്നും വിശ്വാസിക്ക് ചേർന്നതല്ല. ബന്ധം പുലർത്തണം, അല്ലെ? ആരോടാ ബന്ധം പുലർത്തേണ്ടത്? വിശാലമായ ഹദീസുകൾ കാണാം. നബിയെ, ഞാൻ അങ്ങോട്ട് ബന്ധം പുലർത്തും തോറും അവർ എന്നോട് പിണങ്ങാണ്. അവർ പിണങ്ങാനുള്ള, തെറ്റാനുള്ള വഴിയുണ്ടാക്കാണ്. നബി പറഞ്ഞു, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനോട് ബന്ധം ചേർക്കലല്ല കുടുംബബന്ധം ചേർക്കൽ. ഇങ്ങോട്ട് പിണങ്ങുന്നവനോട് ചേർക്കല, ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കുന്നവനോട് അങ്ങോട്ട് പരിഹരിക്കലാണ്. ആരാണോ ആദ്യം തുടങ്ങുന്നത് അവൻക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റിസ്ഖിൽ വിശാലത നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ മറ്റൊരു ഭാഗം പറഞ്ഞത് അസ്ദിഖു വൽ ബയാൻ ഫീ ജമീഇൽ മുആമലാത്ത്. തന്റെ ഇടപാടുകളിലെല്ലാം സത്യസന്ധതയുണ്ടാവുക, ന്യൂനതകളെ വ്യക്തമാക്കുക. അത് പ്രത്യേകിച്ച് കച്ചവട രംഗത്തുള്ള ആളുകളോടാണ് പറഞ്ഞത്. അൽ ബയ്യാനു ബിൽ ഖിയാരി മാ ലം യതഫർഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ വഇൻ കദിബ വകതമ മുഹിഖത് ബറകതു ബൈഇഹിമാ. ഒരാൾ കച്ചവടം ചെയ്യുന്നു, ഒരാൾ വാങ്ങുന്നു, രണ്ടുപേരും സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്തു. അതിന്റെ ന്യൂനതകളെല്ലാം വ്യക്തമാക്കി കൊടുത്തത്. അതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, ഇതിന് ഇങ്ങനെ ഒരു ന്യൂനത ഉണ്ട് കേട്ടോ, മറച്ചു വെച്ചിട്ടല്ല.
ആളുകളെ പറ്റിച്ചിട്ടല്ല, മറിച്ച് തുറന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ അള്ളാഹു പ്രവാചകൻ പഠിപ്പിക്കാണ്, അവരുടെ കച്ചവടത്തിൽ, രണ്ടുപേരുടെയും കച്ചവടത്തിൽ അള്ളാന്റെ ബറക്കത്ത് ചൊരിയും. ഇനിയോ അവർ കള്ളം പറഞ്ഞു, അവർ മറച്ചു വെച്ചു, എന്നാലോ അവരുടെ എല്ലാ ബറക്കത്തിനെയും അല്ലാഹു ഇല്ലായ്മ ചെയ്യും, അതിനെ നശിപ്പിച്ചു കളയും, എല്ലാ ബറക്കത്തും നശിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് ഇടപാടുകളിലെ സത്യസന്ധതയും ഇടപാടുകളിലെ ന്യൂനതകൾ വ്യക്തമാക്കിയുള്ള ഇടപാടുകളും അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുമെന്നാണ്. അള്ളാഹു ആ നിലക്ക് നമ്മുടെ എല്ലാ ഇടപാടുകളെയും ജീവിതങ്ങളെയും നന്നാക്കി തെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൈകളിലാണ് ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും ഖജനാവുകൾ ഉള്ളത്. ആ ഖജനാവിൽ നിന്ന് തുറന്ന് റബ്ബ് നമുക്ക് നൽകാൻ, നമ്മുടെ ഉപജീവനം വിശാലമാകാനും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനും നമ്മുടെ ഭാരമേറിയ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് തുറവി ലഭിക്കാനും ചില താക്കോലുകളെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പോയിന്റ് കൂടി, അൽ ഇഹ്സാനു ഇലൽ ദുഅഫാ, സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് നന്മ ചെയ്യുക, അവരെ പരിഗണിക്കലാണ്. പാവപ്പെട്ടവരുണ്ടാകും, അനാഥകളുണ്ടാകും, അഗതികളുണ്ടാകും, വിധവകളുണ്ടാകും. ഇങ്ങനത്തെ ആളുകളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ മനസ്സ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലതയുണ്ടാകാനുള്ള കാരണമായി തീരുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇകും. നിങ്ങളുടെ നാട്ടിലെ ദുഅഫാക്കളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സഹായം ലഭിക്കുകയോ നിങ്ങൾക്ക് ഉപജീവനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒന്നുമില്ലാത്ത ആളുകൾ, അവർ ഉള്ളവനൊക്കെ പരീക്ഷണമാണ്. അവരുണ്ടായത് കൊണ്ടാണ്, അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ സമ്പാദ്യത്തിൽ വികസനമുണ്ടാകുന്നത്, വളർച്ചയുണ്ടാകുന്നത്. നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉപജീവനം ലഭിക്കുന്നുണ്ടോ? ഇല്ല ബിദുഅഫാഇകും, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളിലെ ദുർബലരെ കൊണ്ടല്ലാതെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അതുകൊണ്ട് ഇല്ലാത്തവനെ പരിഗണിക്കുക, അധസ്ഥിതനെ സഹായിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഈ വലിയ നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള വഴികളിൽപ്പെട്ടതാണ്. തെറ്റായ മാർഗങ്ങളെ സമീപിക്കാതിരിക്കുക. സമൂഹത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും വലിയ സങ്കടം തോന്നിപ്പോകും. കഴിഞ്ഞ ആഴ്ചയിലെ കേരളത്തിലെ വലിയൊരു ചർച്ചയായിരുന്നു, എന്തറിയോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ ആളുകൾ സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈക്കലാക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ കുറിച്ച് ആലോചിച്ചു. മാന്യമായി ജീവിക്കാൻ വരുമാനമുള്ള ആളുകൾ തെറ്റായ വഴിയിലൂടെ സർക്കാരിന്റെ നാമമാത്രമായ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട തുക അടിച്ചു മാറ്റുന്ന പരിപാടി. ഇത്തരം തെറ്റായ മാർഗം നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടമാവും. ഇഹലോകം അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും. നമുക്ക് അർഹിച്ചത് എന്താണോ ആ റേഷൻ കാർഡ് നമുക്ക് വേണ്ടത്. നമുക്ക് അർഹിച്ചത് എന്താണോ ആ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അതിന് അനാവശ്യമായ രേഖകൾ ഉണ്ടാക്കുന്നതും വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതും തെറ്റാണ്. അതാര് ചെയ്താലും തെറ്റാണ്. നമുക്ക് വികസിക്കാൻ, നമ്മുടെ സമ്പത്ത് വികസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം. ഹജ്ജും ഉംറയും അതിന്റെ മറ്റൊരു മാർഗമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മറ്റൊരു മാർഗമാണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ വേറൊരു വഴിയാണ്. കച്ചവടത്തിലെ ഇടപാടുകളിലെ സത്യസന്ധതയും ന്യൂനതകൾ വെളിപ്പെടുത്തിയുള്ള കച്ചവടവും അതിന്റെ മറ്റൊരു താക്കോലാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉപജീവനം വിശാലതയുണ്ടാകാനുള്ള വേറൊരു വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ദീന് ശരിയായി പഠിച്ചതനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. നമുക്കൊരു 4 വയസ്സായ ഒരു കുട്ടി ആക്സിഡന്റ് സംഭവിച്ച് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാള് നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ ഒരു സർജറി കഴിഞ്ഞ് പിന്നെ അങ്ങനത്തെ രോഗാവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ, നമ്മിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.